നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഗുലാബ് ജാമുനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് റവ വെച്ചിട്ടാണ് ഗുലാബ് ജാമുൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് അളവിൽ ഷുഗർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ 2 കപ്പ് വരെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ അളന്ന് വെച്ചിരിക്കുന്ന ഷുഗറാണ് 1.5 കപ്പ് എന്ന് പറയുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. അങ്ങനെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എന്തോരാണ് പഞ്ചസാര എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ നമ്മൾ ആ ഒരു കപ്പിൽ തന്നെ വെള്ളം അളന്നൊഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ ഇത് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി തന്നെ കാണാം, നല്ലപോലെ ഷുഗറൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് തൊടുമ്പോൾ ഒന്ന് തിക്കായിട്ട് ഇരിക്കണം. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം, എന്ന് വെച്ചാൽ നൂൽപ്പരുവം ആവേണ്ട കാര്യമില്ല. നമ്മൾ ഷുഗർ സിറപ്പിന് നമ്മൾ ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നൂൽപ്പരുവം നോക്കണ്ട. കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് തിക്കായിട്ടുണ്ടെന്ന്. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്താൽ മതിയാകും. അതായത് ഒന്ന് തിളച്ച് വന്നിട്ട് ഒരു എക്സ്ട്രാ 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും, ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ദേ നല്ല പോലെ ഇപ്പോൾ ദേ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ സിറപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ഡ്രോപ്സ് നമുക്ക് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ദേ ഞാനൊരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കൂടിപ്പോരുത്. നമ്മുടെ ക്രിസ്റ്റലൈസേഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ ഇരിക്കുമ്പോൾ ക്രിസ്റ്റലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1-2 ഡ്രോപ്പ് മതി. ഒരുപാടായാൽ ഗുലാബ് ജാമുന് ഒരുപാട് പുളി ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1-2 ഡ്രോപ്സ് മാത്രം മതിയാകും. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങ് മൂടി വെച്ചേക്കാം. ഇനി നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയാക്കാൻ തുടങ്ങാം. ഇനി നമ്മുടെ ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ റവയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിൽ റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നൈസായിട്ടുള്ള റവയാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങുന്ന കുറച്ച് തരിയോട് കൂടിയുള്ള റവ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നൈസായിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. ഇപ്പോൾ ഇത് നമ്മുടെ റവ നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മതിയാകും. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗുലാബ് ജാമുന് നല്ലൊരു ഷൈനിങ് കിട്ടാനും ഇത് വളരെ നല്ലതാണ്. നെയ്യ് നല്ല പോലെ മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാൽ എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാലൊന്ന് തിളച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗുലാബ് ജാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയും കൂടി ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജാമിൻ്റെ ഉള്ളിൽ ആ റവയ്ക്ക് ഇച്ചിരി മധുരം പിടിക്കാൻ കൂടി വേണ്ടി ആണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഈ പാലായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ പാൽപ്പൊടി കട്ട പിടിക്കാതെ നല്ല പോലെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. പാല് ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പാലൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാനും മറക്കരുത്. നല്ല പോലെ ഇത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് നല്ല പോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ റവ നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ നമ്മൾ, അതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലാണ് ഈ ഗുലാബ് ജാമുൻ്റെ മിക്സ് ഇരിക്കുന്നത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാല് ചേർക്കണം. അപ്പോഴാണ് നമ്മൾ നല്ല പോലെ നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ കട്ടകളൊന്നുമില്ലാതെ തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഈ
പാലൊക്കെ നല്ല പോലെ വറ്റിയിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് നമ്മുടെ നല്ല പോലെ വിട്ട് വരുന്ന പരുവത്തിൽ റവ ഡ്രൈ ആക്കി എടുക്കണം. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ റവയിൽ ഒഴിച്ചിരുന്ന പാലൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. നോക്കിയാൽ തന്നെ കാണാൻ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ റവയും നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാനിൽ നിന്നൊക്കെ നമ്മുടെ റവയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഗോളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഓഫ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടത്, അതും ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്ക് കൈ പിടിക്കാൻ പറ്റാവുന്നത്ര ചൂടാറുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗുലാബ് ജാമിന് വേണ്ടിയിട്ടുള്ള ബോൾസ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ മിക്സിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ നല്ല പോലെ ഇതങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോരം വലുപ്പത്തിലാണ് ഗുലാബ് ജാമുൻ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടും ക്രാക്ക് ഇല്ലാത്ത വിധത്തിൽ നമ്മളിത് ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട്, രണ്ട് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ബോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ക്രാക്കില്ലാതെ തന്നെ കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നമുക്ക് എന്തോരം വലിപ്പം വേണം ഞാൻ പറഞ്ഞ പോലെ. കാരണം നമ്മളിത് ഷുഗർ സിറപ്പിലിടുമ്പോൾ കുറച്ചും കൂടി ഇത് ഷുഗറിൻ്റെ സിറപ്പൊക്കെ കയറിയിട്ട് കുറച്ചും കൂടി വലുതായി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവും വെച്ചിട്ട് ഞാൻ ബോൾസ് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ബോൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഒട്ടും ക്രാക്കില്ലാതെ തന്നെ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. ഓയിൽ ഒരു മീഡിയം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബോൾസ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഒരുപാട് എണ്ണ ഇടാതെ ഒരു 4-5 എണ്ണ ഇട്ടിട്ട് നമ്മളിത് ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഓയിൽ നമ്മുടെ ഗുലാബ് ജാമുൻ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇത് എണ്ണയുടെ ചൂടിനനുസരിച്ച് നമ്മൾ കുറച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. അതിനുശേഷം എണ്ണയുടെ ചൂട് നോക്കിയിട്ട് നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതിയാകും. അതേപോലെ തന്നെ ഒറ്റയടിക്ക് ഒരുപാട് എണ്ണ ഇടാതിരിക്കാനും ശ്രദ്ധിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ ഇടാതിരിക്കാൻ, നമ്മുടെ ബോൾസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളു വേവാതിരിക്കും. അതാണ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഇപ്പോൾ ദാ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഓരോ ബാച്ചസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു കളറാവുന്നത് വരയ്ക്കും, ഒരു ഗോൾഡൻ കളറാവുന്നത് വരയ്ക്കും നമുക്ക് ഫ്രൈ ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഓയിലിൽ ചൂട് നോക്കാനും ശ്രദ്ധിക്കണം. എന്നിട്ട് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നമുക്ക് കോരി എടുത്തിട്ട് നേരെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ എല്ലാ ബാച്ചസും ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ കൂടിയാണിത്. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ എല്ലാ ഗുലാബ് ജാമുനും ഫ്രൈ ചെയ്തിട്ട് സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ നമ്മുടെ സിറപ്പൊക്കെ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ കുറച്ചും കൂടി ഇത് വലുതായിട്ടും വരും. അപ്പോൾ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഇത് കഴിക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ കിട്ടും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിയട്ടെ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ 2 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. കണ്ടില്ലേ, നല്ല പോലെ കുറച്ചും കൂടി വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.